ഹായ് ഹലോ എന്റെ ഹാഷിം ക്രിയേറ്റീവ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്പർ 1 റെസ്പെക്റ്റ്, നമ്പർ 2 ഇൻസൾട്ട്. ഈ രണ്ട് കാര്യങ്ങൾ എല്ലാവരുടെ ലൈഫിലും നടന്നിട്ടുള്ള കാര്യമാണ്. അതായത് ഇൻസൾട്ട് ഏറ്റവും കൂടുതൽ. റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പലരും പറയുന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ ചോദിച്ചു വാങ്ങേണ്ടതല്ല, നമുക്ക് ഒരാൾ ഉള്ള ഇഷ്ടം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബഹുമാനം കൊണ്ട് തരുന്നതാണെന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണം ഇപ്പം ഒരു പോലീസ് ഓഫീസർ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു മന്ത്രിയെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു സുഹൃത്തുക്കൾ തന്നെ ഇപ്പോൾ ഇവർ വലിയ പൊസിഷൻ അടിക്കുമ്പോൾ നമ്മൾ അവരോടുള്ള റെസ്പെക്റ്റ് കാണിക്കുന്നത് എന്താ? നമുക്ക് അവരോട് ഒരു ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ നമ്മൾ അവൻ ആ ചെയറിനെ നമ്മൾ ബഹുമാനിക്കുമല്ലോ. അതാണ് നമ്മളൊരു ഇപ്പോൾ ഏതൊരു വ്യക്തിയായാലും നമ്മൾ ഇരിക്കുന്ന ഒരു കസാല നമ്മൾ ബഹുമാനിക്കും. പക്ഷെ അത് ആ കസാല പോലെയല്ല, പക്ഷെ അതിലും കൂടുതൽ നമ്മൾ ആ വ്യക്തിനെ ബഹുമാനിക്കുക വെച്ചാൽ അവരുടെ ക്യാരക്ടറും സംഭവങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളൊരു വ്യക്തിയോട് കാണിക്കുന്ന റെസ്പെക്റ്റ് തിരിച്ച് നമുക്ക് എപ്പോഴും കിട്ടിയിട്ടുണ്ടോ? അതുപോലെ ഇൻസൾട്ട് സംഭവം അത് ലൈഫിൽ എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. ഇപ്പോൾ എനിക്കായാലും നിങ്ങൾക്കായാലും എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. അത് വരണം, അതാണ് അതിൻ്റെ ഒരു ഇത്. അത് വന്നാൽ ഇപ്പോൾ ഒരു മൂവിയിൽ ഇപ്പോൾ ഇപ്പോൾ വെള്ളമാറ മൂവിയിൽ സിദ്ദിഖ് പറഞ്ഞ ഡയലോഗ് ഉണ്ട്, അതുപോലെയാണ്. ഞാൻ ആ ഡയലോഗ്സിലേക്കൊന്നും വരുന്നില്ല. അപ്പോൾ ഇൻസൾട്ട് സംഭവം എനിക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഇൻസൾട്ട് സംഭവം. അതിൻ്റെ ഒരു സ്റ്റോറി. അതായത് എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞിട്ട് ഒരു ആളെക്കുറിച്ച്, ഞാൻ ആ പേരൊന്നും പറയുന്നില്ല, രണ്ട് വ്യക്തികളുടെ പേരൊന്നും പറയുന്നില്ല. ഒരു സ്റ്റോറി പറയണ ഒരു കഥ സുരട്ടമ്മ. അതായത് ഒരു ഫ്രണ്ടും രണ്ട് സുഹൃത്തുക്കളും. അതിലൊരു സുഹൃത്തിൻ്റെ ജോലി പോയിട്ട് അവനാകെ ഒന്ന് ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇവൻ്റെ വിഷമം കണ്ടപ്പോൾ മറ്റുള്ള സുഹൃത്ത് പറഞ്ഞിട്ടാ എനിക്കത് അവന് കുറേ ഇൻ്റർവ്യൂവിനൊക്കെ പോയി, പക്ഷെ ഒന്നും ശരിയായിട്ടില്ല. അപ്പോൾ ആ സമയത്ത് മുമ്പ് പറഞ്ഞോട്ടെ എനിക്കെന്ത് ജോലി ഞാൻ നോക്കട്ടെ പറഞ്ഞു. ഇവനെ പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്യുന്ന CV ഒന്ന് വാട്സപ്പ് ചെയ്യും, ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവന് ഒരു CV അയച്ചു കൊടുത്തു. അങ്ങനെ ആഫ്റ്റർനൂൺ അയച്ചു കൊടുത്ത് നെക്സ്റ്റ് ഡേ ഇവനെ കോൺടാക്ട് ചെയ്തു, ഈ ഫ്രണ്ടിനെ കോൺടാക്ട് ചെയ്തു. ഇപ്പോൾ എന്താ എൻ്റെ ജോലിയുടെ കാര്യം എന്താ ആയെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു അവിടെ അത് ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു എന്താ സംഭവം ചോദിച്ചു. അപ്പം പറഞ്ഞു ഞാൻ ഇന്ന കമ്പനിയിലേക്കാണ് ഞാൻ CV അയച്ചു കൊടുത്തത്. അപ്പം പറഞ്ഞു എനിക്ക് പരിചയമുണ്ട്, ആ കമ്പനീൻ്റെ മാനേജർ എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ക്ലാസ്മേറ്റാണ്, അതുകൂടാതെ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വരുന്ന ആൾക്കാരാണ്, പിന്നെ ഞങ്ങൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ചെന്നൊക്കെ പറഞ്ഞു. അത് അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചു. അല്ലാതെ ഞാനോട് അങ്ങനെ പറയുന്നത് സുഹൃത്ത് പറഞ്ഞു. അല്ലാതെ പ്രശ്നമില്ല, എന്തെങ്കിലും പറഞ്ഞു, എന്തെങ്കിലും CV ഉണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എക്സ്പീരിയൻസിലൊക്കെ ചോദിച്ചു. പിന്നെ ഈ ജോലിയില്ലാത്ത ഫ്രണ്ട് ചോദിച്ചു. പറഞ്ഞു അതല്ല, അവൻ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് എന്നെക്കുറിച്ച് പറഞ്ഞു ചോദിച്ചു. അപ്പോൾ എന്നെക്കുറിച്ച് എന്ത് പറയും? അവൻ പറഞ്ഞു ഞാനോട് കണ്ടിട്ട് കുറേ കാലമായി, ഞങ്ങൾ ഒരുമിച്ച് കോളേജ് പഠിച്ചതിന് ശേഷം പിന്നെ ഞാൻ കണ്ടിട്ടില്ല പറഞ്ഞു. അല്ലാതെ സംഭവം അവൻ നിന്നെപ്പറ്റി പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ ക്യാരക്ടറല്ല, എൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ലുക്കും കാര്യങ്ങളൊന്നുമില്ല, ഒരു ഇതിൽ വർക്ക് ചെയ്യാൻ ഒരു IT ഇതിൽ വർക്ക് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളൊന്നും എനിക്കില്ല. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് മറ്റുള്ളവരോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്ന കാര്യങ്ങൾ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അമ്മനെ പറഞ്ഞു. അത് കേട്ടും പിന്നെ ആകെ ഡെസ്പായി പോയി. സത്യങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ കളിക്കൂട്ടുകാരനായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി കാണുന്ന ആളുകളായിരിക്കാം, അവർ നമ്മളെ കാണുന്നതാണ്. അത് ഞാൻ ഇൻസൾട്ട് ആയി പറയുകയാണ് സംഭവം. അപ്പോൾ അത് സത്യത്തിൽ ഇവനെ കേട്ടപ്പോൾ ആകെ ഷോക്കായി പോയി. എനിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് നേരത്ത് ഫോണിൽ ഇവനൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ പറയുന്ന പ്രശ്നമില്ല, ഞാൻ കുറഞ്ഞുകൊണ്ട് വിളിക്കാറുണ്ട്, ഫോൺ കട്ട് ചെയ്ത്. അങ്ങനെ ഈ ഫ്രണ്ട് അവനെ വീട്ടിലോ പുറത്തേലും പോയി കണ്ടു ഇവൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, സംഭവം പറഞ്ഞപ്പോൾ പറഞ്ഞു ഇവനക്കാണ് സങ്കടമായി പോയി. കുറച്ച് സമയം ഇപ്പം പറഞ്ഞു ഇന്ന ആളുകൾ കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. ഇപ്പം പറയാനല്ല, അത് ഓരോ ആളുകൾ ഇതല്ല കാഴ്ചപ്പാടല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ പറഞ്ഞു. പക്ഷെ എനിക്ക് വല്ലത് വിഷമമായി പോയി അത് കേട്ടപ്പോൾ. വെച്ചാൽ അങ്ങനത്തെ ഒരാളാണ്. പക്ഷെ അവനങ്ങനത്തെ ഒരാളും വ്യക്തിയൊന്നുമല്ല. എൻ്റെ ഫ്രണ്ട് പറഞ്ഞ ആളങ്ങനത്തെ വ്യക്തിയൊന്നുമല്ല. പക്ഷേ ഇയാളെ കണ്ടത് ഈ വ്യക്തി കണ്ടത് അങ്ങനെ ലെവലിലാണ്. അയാൾ പറഞ്ഞ എന്ന് വെച്ചാൽ അവൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ലുക്കും കാര്യങ്ങളൊന്നുമില്ല, ആളുകളുടെ ബിഹേവ് ചെയ്യാൻ അറിയില്ല, കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ഒരു ഭാഗമാണ്. നെക്സ്റ്റ് സ്റ്റോറി പറയുകയാണെങ്കിൽ വേറെ ആൾ പറഞ്ഞത് ഇതുപോലെ തന്നെയാണ്. ഇതുപോലെ തന്നെ, അതായത് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ചില രണ്ട് കൊളീഗ്സ് ഒരുമിച്ച് വർക്ക് ചെയ്ത ആളുകളാണ്. അപ്പോൾ അവന് ഒരാൾ ഓൾറെഡി വേറൊരു കമ്പനിയിലും ഇതുപോലെ തന്നെ മാനേജർ വരുന്ന സംഭവം പോസ്റ്റിലിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇൻ്റർവ്യൂവിൻ്റെ സംഭവം വന്നപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഇയാളാണ് അവിടുത്തെ മാനേജറുടെ കാര്യം. നേരെ അവൻ ഇൻ്റർവ്യൂവിന് പോയപ്പം വിളിക്കാനെ കണ്ട് സംസാരിച്ചിട്ട് ഒക്കെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ നോക്കിയിട്ട് വിളിക്കരുതെന്ന് പറഞ്ഞു. അതിനുശേഷം ഇവനോട് വിളിക്കാനുള്ള ദിവസം വിളിച്ചില്ല. ഇവന് ജസ്റ്റ് ഒരു ക്യാഷ് വിളിച്ച് ചോദിച്ചപ്പം ഇവൻ പറഞ്ഞ വേറെ ലെവലിലാണ്.
അപ്പം അവിടുത്തെ വേറൊരു ആളോട് പറഞ്ഞത് അവന് വേറെ കുറേ നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അതായത് ഇവർ ഒരുമിച്ച് വർക്ക് ചില ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന രണ്ട് പേര്. ഓക്കെ, അതിലൊരാൾ ഇപ്പോൾ വേറെ കമ്പനിയിൽ ഇൻചാർജ് വർക്ക് ഒരു മാനേജർ വർക്ക് ചെയ്യാണ്. പുള്ളിക്കാരൻ വേറെ സ്റ്റാഫുണ്ട്, അത് മാനേജർ സ്റ്റാഫ് വേറൊരു പറയണം. ഇയാൾ രണ്ടുപേരും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതായത് ഇവന് ഈ മാനേജറും ഇവർ ഇൻ്റർവ്യൂ എടുത്തു. അതിനുശേഷം വേറെ ആളും എടുത്തു. ഇയാളോട് പറയണം ഇവൻ്റെ ക്യാരക്ടർ ശരിയല്ല, ഇവന് അങ്ങനത്തെ ഒരാളാണ്. പക്ഷേ ഇവർ ജോലി ചെയ്യുമ്പം ഇവർ സിനിമക്കും മറ്റുള്ള പല കാര്യത്തിലും ഇവർ പോയിട്ടുണ്ട്, ഇതിലും ഇവർ കൂടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ആളുകൾ കാണുന്നത് നമ്മൾ. അതൊക്കെ അതിൽ ഭയങ്കര വിഷമമുള്ള കാര്യം. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി പോയി. ചില ഇപ്പം എൻ്റെ ലൈഫിൽ നിങ്ങളുടെ ലൈഫിൽ എല്ലാവർക്കും നടന്ന സംഭവമായിരിക്കും ഇതൊക്കെ. അതേപോലെ നമ്മുടെ ആളുകൾ നമ്മളോടുള്ളൊരു പെരുമാറ്റം ഉണ്ടല്ലോ, അത് നമ്മളിപ്പോൾ ഞാൻ മുമ്പത്തെ ഒരു വീട്ടിൽ കൊണ്ട് എല്ലാവരും പറഞ്ഞിട്ടാണ് വിചാരിക്കുന്നു. അതായത് ചിരിച്ചുകൊണ്ട് നമ്മളെ കൊല്ലല്ല, ചിരിച്ചുകൊണ്ട് നമ്മളെ ചതിക്കുന്ന ഒരാൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന കൊളീഗ്സ്, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാൾ, അയാൾ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റില്ല. ഇപ്പോൾ ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളവരെ കാണുന്നത് വേറെ ലെവലിലായിരിക്കും. ഇപ്പോൾ ചില ആൾ പറയും എടാ ഇവൻ എനിക്ക് ദൈവത്തെ പോലെ എന്ന് പറയും. നമ്മൾ ചില സുഹൃത്തുക്കൾ സംബന്ധിച്ച് അവന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ഹെൽപ്പ് മാത്രമല്ല വേറെ മറ്റു പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ഇതിലാണ് അവർ പറയുന്നത്. പക്ഷേ തിരിച്ച് ഇവന് എന്താ പറയുക ചെയ്തു കൊടുത്ത വ്യക്തി ഇവനെ കാണുന്നത് വെച്ചാൽ വേറെ ലെവലിലായിരിക്കും. ഈ പണ്ടാറങ്ങനെ ഒഴിവായിക്കോട്ടെ അല്ല, ഞാൻ എൻ്റെ ഒരു ലാംഗ്വേജ് പറയണമെന്ന് വിചാരിക്കണം. അല്ല, അത് ആളുകളെ ചിന്തിക്കുക. അപ്പോൾ അവർ ക്ഷമ പറയില്ല, അവർ രണ്ട് വ്യക്തികൾ നമ്മൾ മറ്റുള്ള മനസ്സ് നമുക്ക് ചുമന്നെടുക്കാൻ പറ്റില്ലല്ലോ, അത് മനസ്സിലുള്ള എന്താ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അതും കൂടി ദൈവം തന്നിരുന്നെങ്കിൽ പിന്നെ ഒന്നും ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊക്കെ ഈ റെസ്പെക്റ്റ് ഇൻസൾട്ട് എന്ന് പറയുന്ന സംഭവം ഭയങ്കര തന്നെയാണ്. പക്ഷേ റെസ്പെക്റ്റ് നമുക്ക് കിട്ടാൻ കുറേ പ്രയാസമാണ്. അപ്പോൾ നമ്മളത് കിട്ടിക്കഴിഞ്ഞാലും പിന്നീടുള്ളത് നമുക്ക് എന്താ പറയാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻസൾട്ടിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, വേറെയും കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം എൻ്റെ ലൈഫിൽ നടന്നിട്ട് അങ്ങനെ പല സംഭവങ്ങളും, അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ സമയത്തെ ഭയങ്കര ബഹുമാനിക്കണം. സമയം വെച്ചാൽ നമ്മളിപ്പോൾ ഈ റെസ്പെക്റ്റ് പോലെ തന്നെ സമയം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ജോലിക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിൽ ജോയിൻ ചെയ്യണം. നമുക്ക് അത് നമ്മളൊരു ഇതാണ്. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ, അതായത് ഏതൊരു ആളുകളായാലും ഇപ്പോൾ അതിൻ്റെ ചെറുപ്പകാലം മുതൽ ഒരു കുട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങി അല്ലെങ്കിൽ നഴ്സറി പോകാൻ കാണുന്നവർക്ക് അറിയാം കറക്റ്റ് ടൈമിന് സ്കൂളിലെത്തണം. ഇപ്പോൾ 10 മണിക്ക് സ്കൂളിലെത്തണം, കോളേജിൽ 10 മണിക്ക് എത്തണം, ജോലി സമയത്ത് 10 മണിക്ക് എത്തണം. ചില കമ്പനിയിൽ 9 മണിക്ക് ഉണ്ട്, ചില 9:30 ഉണ്ട്, പലതാണ്. അതിനാണ് പിന്നെ റെസ്പെക്റ്റിൻ്റെ സംഭവം തന്നെ. റെസ്പെക്റ്റ് നമ്മൾ സ്കൂളിൽ അധ്യാപകർക്ക് കൊടുക്കും, നമ്മളെ സുഹൃത്തുക്കൾക്ക് കൊടുക്കും, നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കും. പക്ഷേ തിരിച്ച് നമ്മളങ്ങനെ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പല വ്യക്തികൾക്കും പല തരത്തിലായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത് എൻ്റെ ഈ വീഡിയോയിലൂടെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത് സൈൻ ഓഫ് ചെയ്യുന്ന മുമ്പ് പറയാനുള്ളത്, നമ്മളെല്ലാവരോടും നമുക്കൊക്കെ വളരെ ചെറിയൊരു ജീവിതമാണുള്ളത്. അത് നമ്മൾ വളരെ സന്തോഷമായിട്ട് നല്ല ജോലിയായിട്ട് ലൈഫ് മുന്നോട്ട് പോകാം. സോ അതിൽ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞൊരു ചിരിക്ക് അടുത്തൊരു സെക്കൻഡിൽ സങ്കടമായിരിക്കും. പക്ഷെ അന്ന് നമ്മൾ പ്രശ്നം കണ്ട. പക്ഷെ ഞാൻ പറയും, ഒരു വ്യക്തിയോട് നമ്മൾ കാണിക്കേണ്ടത് അവരോട് സ്നേഹിക്കുകയാണെങ്കിൽ അവരെ ആത്മാർത്ഥയോടെ സ്നേഹിക്കുക. അല്ലാതെ ഉള്ളിൽ എന്തോ വെച്ചിട്ട് മറ്റുള്ള ദേഷ്യം വെച്ചിട്ട് പുറത്ത് നമ്മൾ അവരോട് ചിരിച്ച് കാണിക്കുന്നത് അത് നല്ലതല്ല. എനിക്ക് അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. എന്ന് വെച്ചാൽ അത് ഒരിക്കലും നല്ലതല്ല. ഞാൻ പറയാം, നമ്മളൊക്കെ വളരെ ചെറിയ ജീവിതമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം വെച്ചാൽ ഒരു സുനാമി വന്നാലോ അല്ലെങ്കിൽ ഒരു ഭൂകമ്പം വന്നാലോ നമ്മുടെ ലൈഫ് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഒരു സെക്കൻഡ് മതി ഒക്കെ നശിക്കാൻ. അതിപ്പോൾ നമ്മൾ എത്രമാതിരി അനുഭവങ്ങൾ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ എൻ്റെ മാത്രമല്ല പല ആളുകളും, ഇതിപ്പോൾ 2025 ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. ഇപ്പോൾ കോവിഡിന് നമ്മൾ 2 വർഷത്തോളം എല്ലാവരും വീട്ടിൽ തന്നെ, അധികം ആൾക്കാർ വീട്ടിൽ തന്നെ ഇരുന്നത്, ജോലിയൊന്നും ഇല്ലാതെ എത്രമായ കഷ്ടപ്പെട്ടില്ല. 2 ലോക്ക്ഡൗൺ 2022 വരെ. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഉള്ള സമയത്ത് എല്ലാവരും ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് സ്നേഹിക്കുക. ഇത് ഇപ്പോൾ പറയാം, ഇപ്പോൾ ഒരാളുടെ ദേഷ്യം ഉണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ ഓപ്പണിട്ട് പറയാം, അവിടെ എനിക്കെന്നെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ എന്താ പറയുക വിഷമമുണ്ടെങ്കിൽ പറയാം, എനിക്ക് നീ എന്നോട് ചെയ്ത് കുറച്ച് മോശമായി പോയി എന്നുള്ള ഓപ്പണിട്ട് പറയാം. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ കഴിഞ്ഞു. അല്ലെങ്കിൽ നമ്മളത് മനസ്സിലിട്ട് നടന്നിട്ട് എന്ത് കാര്യമുള്ളൂ? ഒരു കാര്യമില്ല. ഇപ്പോൾ ചില ആളുകളുണ്ട്, ഇപ്പോൾ കുറേ ക്യാഷ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളെന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അവർ അഹങ്കരിക്കും. പക്ഷേ ഈ അഹങ്കരിച്ചിട്ടൊക്കെ എന്ത് കാര്യമുള്ളൂ? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്.
ഇപ്പോൾ എൻ്റെ ലൈഫിൽ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഞാൻ പറയില്ല, എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാർ ഇതാക്കിയിട്ടുണ്ട്, ദ്രോഹിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും അതുപോലെ തന്നെ ഉണ്ടാവും. നിങ്ങളെ കുറേ ആൾക്കാർ സഹായിച്ചിട്ടുണ്ടാവും, നിങ്ങൾ കുറേ ആൾക്കാർ ദ്രോഹിച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ ഒഴിവാക്കാം. നമ്മൾ ദ്രോഹിച്ച ആൾക്കാരോട് നമ്മൾ വിട്ട് കളയാം. അവരെന്താ ചെയ്യിക്കോട്ടെ, മുകളിൽ ദൈവം ഉണ്ടല്ലോ, ദൈവം കൊടുത്തോളം വിചാരിക്കാം. അല്ലെങ്കിൽ അവരോട് ക്ഷമിക്കാം, പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് ക്ഷമിക്കാം. അതാണ് ഏറ്റവും നല്ലത്. ബാക്കി എന്താ വെച്ചാൽ അവരായിക്കോട്ടെ. അപ്പോൾ അവരിപ്പോൾ നമ്മൾ പിന്നീട് അവർ നമ്മളെ കാണുന്നത് ചിലപ്പം ആ കണ്ണോട് തന്നെ ആയിരിക്കും. പക്ഷേ പ്രശ്നമില്ല, നമ്മളത് ഓർക്കേണ്ട ആവശ്യമില്ല. അവർ നമ്മളോട് ചെയ്ത ദ്രോഹത്തിന് നമ്മളവരെ ഒഴിവാക്കി, ക്ഷമിച്ചു, ഓക്കെ. പക്ഷെ അവർ നമ്മൾ തിരിച്ച് നമ്മളോട് കാണിക്കുന്നുണ്ടെങ്കിൽ അത് അവരതാണ്, കൊണ്ട് കാര്യമില്ല, അവരുടെ മനസ്സിനതാണ്. നമ്മളെല്ലാവരും നമ്മൾ സ്നേഹിക്കുക, നമ്മളോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പോൾ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോകും, പല ആളുകൾ, ചില ആളുകൾ ചർച്ചിൽ പോകും, അവരൊക്കെ കറക്റ്റ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ. മറ്റൊന്നുമില്ല, നമ്മളിപ്പം മറ്റുള്ളവരുടെ വൈരങ്ങ വെച്ചിട്ട് അല്ലെങ്കിൽ ഇവൻ എന്നോട് ഇങ്ങനെ ഇത്ര ദ്രോഹം ചെയ്ത് എനിക്കിവിടെ തിരിച്ചതേപോലെ ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമില്ല. പക്ഷെ നടക്കും, അതിപ്പോൾ സിനിമയിലൊക്കെ നടക്കും. ലൈഫിൽ നടക്കുക വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളിപ്പോൾ ഇപ്പോൾ പല ന്യൂസിലും മറ്റുള്ളവർ പലതും നമ്മൾ കാണുന്നുണ്ട്. ഞാനെപ്പറ്റി പറയുന്നില്ല. അങ്ങനെ പല കാര്യങ്ങൾ കാണുന്നുണ്ട്. പല ആളുകൾ ഒരുപാട് ആളുകളിപ്പോൾ നമ്മൾ ഈ അടുത്തിപ്പോൾ കഴിഞ്ഞ ഈ വീക്ക് തന്നെ പല സംഭവങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് ഒരുപാട് നടന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, പത്രത്തിൽ ടി വിയിലൊക്കെ നമ്മൾ ന്യൂസ് കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളുള്ളത് ഞാൻ പറയും, നമുക്കൊരു വ്യക്തിയോട് ഇഷ്ടമാണെങ്കിൽ അവർ ഇഷ്ടമാണെന്നെല്ലാം പറയാം, ഇഷ്ടമല്ലെങ്കിൽ ഓക്കെ, ഇഷ്ടമാണെന്ന് തന്നെ പറയാം. പക്ഷെ അത് ആ സമയത്ത് കഴിഞ്ഞു, പറഞ്ഞു കഴിഞ്ഞു. അല്ലാതെ നമ്മൾ പിന്നീട് നമ്മൾ മനസ്സിലിട്ടാണെന്നിട്ട് എന്ത് കാര്യം, അവരോട് ഇതില്ലല്ലോ. അവർക്കും അവരുടെ മനസ്സിൽ നമ്മളെ പറ്റിയുള്ള എന്താണെന്ന് അറിയില്ല. നമുക്ക് അവരോടുള്ള ഇത് ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, നമുക്കവിടെ അങ്ങനെ ദേഷ്യമായിരിക്കും, നമ്മളോട് ഇതായിരിക്കും. അത് നമ്മൾ പറയണം എന്താണെന്നുള്ളത്, അതാണ് വേണ്ടത്. അല്ലാതെ മറ്റുള്ള നമ്മൾ ദ്രോഹിച്ചിട്ടുണ്ട്, നമുക്ക് അതുപോലെ തിരിച്ച് ദ്രോഹിക്കുക. ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്, അതിനുവേണ്ടി ഞാൻ കുറേ എൻ്റെ ലൈഫ് ഞാൻ ഇതാക്കുന്നുണ്ട്, നടക്കണ കാര്യമില്ല. അപ്പം ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.